വെൽക്കം ബാക്ക് ടു യാത്രാ മോഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ കല്യാണത്തണ്ട് വരെ പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഇങ്ങനെ വന്ന വഴിക്ക് ഒരു കിടിലൻ സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ ഇറങ്ങി 2 ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. അപ്പം കല്യാണത്തണ്ടൊക്കെ പോകുന്നവർ നമ്മൾ മുട്ടത്തിനടുത്താട്ടോ, കൊടയത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ആ കാണുന്ന ഒരു നമ്മുടെ കൂട്ടത്തിൽ 2 മച്ചാന്മാരും കൂടി ഉണ്ട്. ഞാൻ അവന്മാരെ പാവങ്ങളെ പോസ്റ്റാക്കി, സാരമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ആ മുകളിൽ കാണുന്ന ഇലവിഴ പുഞ്ചിര കേട്ടോ. ഇതൊന്ന് നമ്മുടെ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് പോട്ടെ, റിസർവെയർ. അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോകാം. നമുക്കെന്തായാലും റൂട്ട് പിടിക്കാം, ബാക്കി കഥകൾ പോകുന്ന വഴി. ഇവിടെ ഈ കിടക്കുന്ന വണ്ടികൾ ഫുള്ള് സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ പിന്നീട് അറിഞ്ഞത് ഇവിടെ ഇപ്പം നടക്കുന്നത് ആട് 3യുടെ ഷൂട്ടിംഗ് ആണെന്നാണ് ഞാൻ കേട്ടത്. എത്രത്തോളം സത്യമാണെന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ പോയില്ല. നമ്മളിപ്പോൾ കയറിയ പാലം ബൈബ് വെള്ളം. അവിടെയാണെങ്കിൽ ഫുൾ ആൾക്കാർ ഏതോ സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു. മിക്കവാറും ഇവിടെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഒരു സ്ഥലമാണ് പാലം ബൈബ് പടി. വണ്ടി ഇറക്കാൻ പറ്റുന്നില്ല. എന്ത് രസം. താന്നിരിക്കും അവസാനം. നമ്മുടെ മിനി സ്വിറ്റ്സർലൻഡ്. വന്ന വഴിക്ക് മറ്റൊരു സ്പോട്ടുണ്ട്. നിങ്ങൾ മാപ്പിൽ ദൃശ്യം കവല എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പോട്ടിലെത്തും. ഈ സ്പോട്ടിൻ്റെ വൈബ് വരുന്നത് ഇങ്ങനെയാണ്. എല്ലാം ഒരു മലയുടെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് വരും തോന്നുന്നു. നമ്മുടെ മിനി സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലേ? ആ വീഡിയോയിൽ ഏതാണ്ട് സെയിം വൈബ് തന്നെ, അതേ വൈബ് പോലത്തെ ഒരു സ്ഥലം. പക്ഷേ ഇവിടെ ഒട്ടും തിരക്കില്ല. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, എന്തോ ഷൂട്ടിങ്ങോ പരിപാടിയൊക്കെ ആയിട്ട് അവർ നിൽക്കുന്നത്. നമ്മൾ വന്ന സമയത്തിൻ്റെ ആണോന്ന് അറിയത്തില്ല. ഇപ്പോൾ സമയം 2 മണി. 2 മണിക്ക് ഒരു മനുഷ്യനില്ല കേട്ടോ. അവന്മാർ നമ്മുടെ പിള്ളേർ. ഇതാണ് ഇവിടുത്തെ ആ ഒരു വൈബ്. ഏത് വൈബ്? ഒരു വെയിൽ വൈബ്. അപ്പം അത്യാവശ്യം നമുക്ക് ബൈക്കൊക്കെ ഒന്ന് വണ്ടിയൊക്കെ ഇറക്കാം. ഒരു സീനും ഇല്ലാന്ന് തോന്നുന്നു, നമ്മളിറക്കി. അപ്പം ഇതാണ് മറ്റൊരു സ്പോട്ട്, ദൃശ്യം കവല. വരുന്നവർ ചുമ്മാ ഒന്ന് ഓർത്ത് വെച്ച് സമയമുണ്ടെങ്കിൽ ഈ വഴിക്കും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് കുറേ വീഡിയോ എടുക്കാം. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. നോക്ക് വൈബ് എങ്ങനെയുണ്ട്. ഫുൾ ചുറ്റും മല, അതുപോലെ തന്നെ ഷേപ്പിൽ ഫുള്ള് വെള്ളം. അവിടെ റോഡാട്ടോ, ആ വഴി നമ്മൾ ഇറങ്ങി വന്ന വഴി. അപ്പം ദൃശ്യം കവല പറ്റുന്നവരൊക്കെ വരിക, കാണുക, പോവുക. അപ്പം ഇതാണ് നമ്മുടെ റൂട്ട് വരിക. വഴി അത്യാവശ്യം നല്ല വഴിയാട്ടോ. അങ്ങ് മോള് വരെ അത്യാവശ്യം വണ്ടിയും ചെല്ലും, അങ്ങനത്തെ കിടിലം വഴിയാണ്. ഒരു 100-200 മീറ്ററൊക്കെ ചിലപ്പം നിങ്ങൾ നടക്കേണ്ടി വരുള്ളൂ. ഒരു വളരെ കുറച്ച് ഭാഗം മാത്രം ഓഫ് റോഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഒരു ചെറിയൊരു കയറ്റം, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ വഴിയാണേലും അത്യാവശ്യം നല്ലൊരു ദൂരം, ഭയങ്കര രസമാണ് വഴി. ഇപ്പം ഇവിടെ ഫോണിൽ മാപ്പ് വെച്ചേക്കുന്നത് കാണാം. ആ വഴി ഇരിക്കുന്നുണ്ടോ, ഇങ്ങനെ ഭയങ്കര കുനുകുനാന്ന് വളവ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വഴി ഇരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വഴി കൂടെ വണ്ടി ഓടിക്കാൻ. എനിക്ക് ഓഫ് റോഡിലും കുറച്ചുകൂടെ താല്പര്യം ഇങ്ങനത്തെ വഴികളാണ്. അതെന്തായാലും ആട്ടെ. പക്ഷേ ഇപ്പോൾ ഒരു ഭയങ്കര രസത്തിൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റുന്നൊരു റൂട്ടാണിത്.
കല്യാണത്തിൻ്റെ വരുന്നത് നമ്മുടെ കാൽവരി മൗണ്ടൊക്കെ അത്യാവശ്യം ഫേമസാണ്. മിക്കവരും തന്നെ പോയിട്ടുണ്ടാകുന്നൊരു സ്ഥലമാണ്. കാൽവരി മൗണ്ടിൻ്റെ തന്നെ അതേ സിമിലറായിട്ട് തന്നെയുള്ളൊരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ കുറച്ചുകൂടെ കാൽവരി മൗണ്ടിൻ്റെ അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഒരു മലയുടെ മുകളിൽ നിന്ന് കാണുന്നേ ഉള്ളൂ കല്യാണത്തിൻ്റെ. കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് വരുന്നത് ഫോറസ്റ്റിനകത്തോടെ കുറേ ഭാഗം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും, മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ. ഞങ്ങൾ കുറേ കുരങ്ങന്മാരാണ് മൃഗങ്ങളായിട്ട് കണ്ടത്. പക്ഷേ കുറേ വെറൈറ്റി കിളികളെ കാണാനുള്ള അവസരം കിട്ടി ഞങ്ങൾക്ക്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ റൂട്ടിൽ തന്നെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. നമ്മുടെ ചെറുതോണി അണക്കെട്ടിൻ്റെ മുകളിൽ കൂടെ ആയിരിക്കും നമ്മൾ വരിക. പിന്നെ നമ്മുടെ ഇടുക്കി ഡാം, അതൊക്കെ ഈ റോട്ടിൽ നിന്നൊക്കെ ചെരിഞ്ഞു പോകുന്നത്. അപ്പം അങ്ങനെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഇതൊന്നും അല്ലടാ, പിന്നെ എന്നാ ഇത് കുഞ്ഞോ? ദിവസം ബിസിയാട്ടോ. നമുക്ക് കയറി പോയാലോ? നമുക്ക് കയറാം, അമ്മര് പോണ്ട്. എന്ത് സാധനടാ? ഹായ് ഓഫ് റോഡ്. ജസ്റ്റ് നമ്മൾ മുകളിലെത്തി. കറക്റ്റ് ജസ്റ്റ് മിസ്. ഞാൻ വന്ന് കറക്റ്റ് ഒരു മിനിറ്റ് നേരത്തേക്ക് സൂര്യനവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വീഡിയോ എടുക്കുന്നതിനെ പറ്റി അത്രയ്ക്കങ്ങ് ആലോചിച്ചില്ല. ഞങ്ങൾ ചായ കുടിച്ചും കണ്ടവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ മൊത്തം സമയം കളഞ്ഞു. പക്ഷേ എനിക്ക് ഈ സമയം കിട്ടി. ഇത്രയും സമയത്ത് നമ്മളെത്തി. നമ്മൾ സമയം പേടാ 6:30 കറക്റ്റ് 6 മണിയായപ്പോഴത്തേന് ഞങ്ങൾ എത്തിയേ. 10 മിനിറ്റോടെ മുമ്പ് വന്നാൽ മതിയായിരുന്നു. കറക്റ്റ് സൂര്യൻ്റെ വട്ടം കിട്ടിയാൽ. ഇനി നമ്മൾ ആ മലയുടെ അങ്ങ് മുകളിൽ, അവിടെയാണ് നമ്മുടെ സ്പോട്ട്. പക്ഷെ നമ്മൾ മുകളിലെത്തുമ്പോഴത്തേന് എന്താവും എന്ന് അറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും നമ്മൾ കയറിപ്പോയി നോക്കിയിട്ട് ബാക്കി വീഡിയോ അതിൻ്റെ മണ്ടയിൽ എത്തിയിട്ട് എടുക്കാം. ടൊമാറ്റോ ബാ. അതി ദൂരമൊന്നുമില്ല കേട്ടോ. പക്ഷേ എങ്ങനെയും വലിയ കാലം തെറ്റിയ തീർന്ന്. കഥ നമുക്ക് മുകളിൽ ചെന്നിട്ട് പറയാം. പോട്ടെ ഫുള്ള് ഏകദേശം നടുക്കായിട്ട് അങ്ങോട്ട് നോക്കി. ആ കാണുന്ന വ്യൂ എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. അമ്മേ, നമ്മുടെ ഗൈഡ് സാർ അങ്ങ് ഫ്രണ്ടിൽ മിന്നിക്കുന്നു. ജോഫിൻ സാറ് പരിപ്പോടെ തിന്നാൻ വേണ്ടി ഒന്നും ആദ്യം ഓടുന്നേ. അന്ന് കടയിൽ നിന്ന് നമ്മൾ പരിപ്പോടെ വാങ്ങിച്ചത് തിന്നാൻ വേണ്ടി കൊച്ചു കള്ളൻ ഓടുന്നേ. തിരിച്ചിറങ്ങിപ്പോ വഴി അറിയാവോ? എങ്ങനെ ഇരിക്കണ്? വ്യൂ, അന്യായ വ്യൂ കേട്ടോ. പക്ഷെ നിന്റെ പോക്ക് കണ്ടിട്ട് ഒരു തവണത്തെ പോലെ അല്ലല്ലോ. എൻ്റെ അമ്മേ, ഇനി ഇവിടെ നിർത്താം. അപ്പം നമ്മുടെ വ്യൂ വന്നത് എങ്ങനെയുണ്ട് സാധനം? ഓടി കയറിയിട്ടാ സമാധാനത്തോടെ എങ്ങാനും വരുമായിരുന്നേ. അത് അഞ്ചുരുളി തീർത്തും തോന്നുന്നു. അത് നൈസ് വ്യൂ. നമുക്ക് എന്നാ അഞ്ചുരുളി തീർത്ത് പോകണ്ടേ? ഉറപ്പാണോ? ഈ കുന്തം പോലെ നിൽക്കുന്ന സാധനമാണോ? അപ്പം നമ്മൾ തിരിച്ചിറങ്ങുവാണ്. നമ്മൾ അധികം നേരമൊന്നും ഇരുന്നില്ല കേട്ടോ. 10 മിനിറ്റ്. അമ്മേ, ഇനിയും നമ്മൾ അധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ രാത്രിയാവും. ഇപ്പം തന്നെ ഫ്ലാഷ് ഇട്ടിട്ട് നമ്മൾ പോണേ. നമ്മൾ കുറച്ചുകൂടി നേരത്തെ വരേണ്ടിയിരുന്നു. ഒരു 5:30 ഗ്യാപ്പ് വന്നായിരുന്നു. അരമണിക്കൂർ നൈസായിട്ട് സെറ്റായിട്ടിരുന്ന് പോവായിരുന്നു നമുക്ക്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നേരത്തെ കാലത്തും വീട്ടിൽ നിന്ന് ഇറങ്ങണമായിരുന്നു. നോ കമൻസ്. അപ്പം എന്തായാലും നമ്മൾ ഇറങ്ങുവാണ്. ജസ്റ്റ് ഏറ്റവും ടോപ്പ് വരെ പോയി അവിടെ നിന്നൊരു വീഡിയോ എടുത്തു.
കുറച്ച് നേരം ഇരുന്നു. ഓ പക്ഷേ ഒന്നും പറയാനില്ല കേട്ടോ, ഭയങ്കര അടിപൊളി വ്യൂ. ഇന്നെന്താണോ കാലാവസ്ഥയും നമ്മളോട് സഹകരിച്ചു. നമ്മുടെ കയ്യിൽ കൊണ്ട് മാത്രം നമുക്കൊരു കറക്റ്റ് വ്യൂ കിട്ടിയില്ല. സാരമില്ല. വരുന്ന വഴി ട്രൈ ചെയ്യുന്നവർ ഈ പരിപ്പടിയൊക്കെ വൈകുന്നേരം വാങ്ങിച്ചിട്ട് വന്ന് അവിടെ ഇരുന്ന് കഴിക്കാം. ബാക്കി കഥകൾ നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് എത്തിയിട്ട് ഞാൻ പറയാം.